സാർ ഇപ്പോൾ കുറേ അധികം സയൻറ്റിഫിക് റിസർച്ച്, ട്രൂ സയൻറ്റിഫിക് റിസർച്ച് ഇന്ത്യയിൽ പുറത്ത് നടന്ന ആയുർവേദമായിട്ട് ബന്ധപ്പെടണത്. നമ്മൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കമ്പനി പോലെ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ടൈറ്റിൽസും ഇതിനടുത്ത് ഇന്ന ആർട്ടിക്കിൾ ഉണ്ടെന്നുള്ളൊരു ഒരു ക്രോണോളജിക്ക് ഒരു സീരീസോ അങ്ങനെ വല്ലതും ആരെങ്കിലും കമ്പയർ ചെയ്തിട്ടുണ്ടോ? അത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകെ ഉണ്ടായിട്ടുള്ളത് ഡോക്ടർ ബഘേൽ എന്ന് പറഞ്ഞിട്ട് ജാംനഗർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. അദ്ദേഹം കമ്പയർ ചെയ്തിട്ട് MSc PG സ്റ്റുഡൻസിൻ്റെ, MSc അല്ല PG, MD, അവരുടെ പ്രോജക്ട്സൊക്കെ കമ്പയർ ചെയ്തിട്ട് ഒരു ഡോക്ടർ ഗിരീഷും കൂടി ചേർന്നിട്ട് അങ്ങനെ ഒന്നുണ്ട്. പക്ഷെ അതിനുള്ള ഒരു എന്താ വെച്ചാൽ അത് സ്റ്റുഡൻസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു മോഡേൺ റിസർച്ചായിട്ട് പറയാൻ സ്റ്റുഡൻസ് റിസർച്ച് മെത്തഡോളജി പഠിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള സ്റ്റഡീസാണ്. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടെന്നല്ലാതെ കണ്ട് ഇത് നമ്മൾ പരിധി ഡാറ്റ മൈനിങ് തന്നെ വേണം, തിരഞ്ഞെടുക്കാൻ വേണം. വളരെ മിനിസ്ക്യൂളായിട്ട് ഞാൻ ഈ പറഞ്ഞ ബുക്കിൽ എൻ്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ഇത് റിസർച്ച് പൊട്ടൻഷ്യൽ പെരിഫറൽ വ്യൂ എന്ന് പറഞ്ഞിട്ട് ആയുർവേദത്തിൽ. അപ്പോൾ അതിൽ ഞാൻ 4 ആംസാണ് പറഞ്ഞിരിക്കുന്നത്. ബേസിക്കലി ആയുർവേദത്തിന് വേണ്ടത് clinical arm, the pharmaceutical arm, the resource base, its knowledge base, and also its philosophical foundation. ഈ 5 ഏരിയയിലാണ് റിസർച്ച് പൊട്ടൻഷ്യൽ ഉള്ളത്. ഇതിനൊക്കെ ഓരോന്നിനും വേറെ വേറെ മെത്തഡോളജി വേണം. അപ്പോൾ അതൊക്കെ എന്യൂമറേറ്റ് ചെയ്തിട്ട് ഞാൻ അതിലൊരു ആർട്ടിക്കിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഈ ഓരോ ഏരിയയിലും എക്സാമ്പിൾസ് ആയിട്ട് ഞാൻ ഒരു 10-40 റെഫറൻസ് അതിൽ ഞാൻ അപ്പോൾ എൻ്റെ റീച്ച് അനുസരിച്ച് ഞാൻ അപ്പോഴേക്ക് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിരിക്കണം ഉണ്ടാക്കിയാണ്. പക്ഷെ അത് പോരാ, ദർ ഇസ് എ സ്കോപ്പ് ആസ് യു സെഡ്, ദർ ഇസ് ഡെഫിനറ്റ്ലി എ സ്കോപ്പ് ഫോർ കമ്പൈലിംഗ്. അതെ അതെ ശരിക്കും പറഞ്ഞാൽ സാധാരണ ആർക്കും അത് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവരും പോകണോ ഇവിടുന്ന് എടുക്കണോ അങ്ങനെയല്ലേ. ഇപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ ഒന്നാമത് ആയുർവേദത്തിന് അങ്ങനെ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നില്ല, സ്റ്റാൻഡേർഡ് ഉള്ള ജേർണൽസ് തന്നെ കുറവായിരുന്നു. ഇപ്പം 5-6 ഒറ്റ പബ്മെഡ് എന്ന് പറയും. പബ്മെഡിലൊക്കെ അവർ തുടങ്ങിയിട്ടുള്ള ബുക്ക് ഇതുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് പബ്ലിഷ് ചെയ്യാൻ ഉള്ള വിധത്തിലുള്ള പേപ്പേഴ്സും വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞൊരു 10-15-20 കൊല്ലം. ഒന്നാമത്തെ കാര്യം ആയുർവേദം പഠിക്കാൻ വരുന്ന കുട്ടികളൊക്കെ കുറേ കൂടി പണ്ടത്തെമാർ, എൻ്റെ അച്ഛനൊക്കെ വൈദ്യം പഠിച്ചത് ദാരിദ്ര്യം കൊണ്ടാണ്. PSകാർ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്ന കേട്ടുകൊണ്ട് വൈദ്യം പഠിക്കുന്ന ആളുകൾ. ഇന്ന് അതൊന്നുമല്ല. നാച്ചുറൽ ഗുഡ് അറ്റ് സാൻസ്ക്രിറ്റ് അത് വേറെ വിഷയം. പക്ഷേ ഇന്നിപ്പോൾ അതല്ല. ഇന്ന് എല്ലാവരും ഈ എൻട്രൻസ് ടെസ്റ്റ് എഴുതിയിട്ടാണ് വരുന്നത്. അപ്പോൾ ബേസിക് മിനിമം ഇൻ്റലിജൻസ് ലെവൽ ഈസ് എഷ്യൂർഡ്. അതെ. അപ്പോൾ കേപ്പബിലിറ്റി ഇസ് ദർ. അവർക്ക് പ്രശ്നങ്ങളുണ്ട്. കാരണം അവർ ഈ മോഡേൺ മെഡിസിനോ എഞ്ചിനീയറിങ്ങോ കിട്ടാണ്ട് നിരാശരായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനീഷ്യലി മാത്രമല്ല ഇതൊരു കൾച്ചറൽ ഷോക്ക്. എന്ത് പഞ്ചഭൂതം, എന്ത് ഷഡ്ഗുണരസം, ഇതൊന്നും ആദ്യം മനസ്സിലാവാൻ ദേ ആർ നോട്ട് എക്വിപ്ഡ്. കാരണം നമ്മുടെ ഇൻഫോർമലായിട്ടുള്ള വീട്ടിൽ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ ആവട്ടെ, ഫോർമലായിട്ട് കിൻഡർ ഗാർട്ടൻ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ കിട്ടുന്നതായിട്ട് അതിൽ എവിടെയും നമ്മുടെ ഓറിയൻ്റൽ നോളജിന് ഒരു സ്ഥാനമില്ല, ആയുർവേദത്തിന് ഒരു സ്ഥാനമില്ല. പണ്ട് മുത്തശ്ശിമാരെന്നോ വീട്ടിൽ നിന്നോ കൊടുക്കാൻ പറ്റിയ പാരൻസ് ഒന്നുമില്ല യൂണിറ്ററി ഫാമിലി. അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികൾ ഈ കോളേജിൽ എത്തുമ്പോഴേക്കും ദേ ആർ അഗാസ്റ്റ്, ദേ ഡോണ്ട് നോ ഹൗ ടു കൺഫ്രണ്ട് ദിസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. അതിൽ ഒരു 4-5 കൊല്ലത്തെ പഠിപ്പ് കഴിയുമ്പോൾ 4-5 പേര് അവർ ജസ്റ്റ് സെൽഫ് എസ്റ്റീമോട് കൂടി വരുന്നുണ്ട്. അത്രേ വരുന്നുള്ളൂ. പക്ഷെ ആ വരുന്നവർ ദേ ആർ ക്വൈറ്റ് കേപ്പബിൾ, ദേ ആർ വെരി കേപ്പബിൾ പീപ്പിൾ. മറ്റെല്ലാ എനിക്ക് സംഗതി വെച്ചാൽ ഇവിടുത്തെ കോളേജായിട്ട് കുറച്ചൊരു ഇൻട്രാക്ഷൻ ഉള്ളതുകൊണ്ട് ഞാനത് കാണുന്നുണ്ട് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിൻ്റെ കാര്യം. അതിന് ഒരു കാരണങ്ങളുണ്ടെന്ന് തോന്നുന്നു സാർ. ഇപ്പോൾ വേറെ ഒരു സയൻസ് ആണെങ്കിൽ, ഇപ്പോൾ മോഡേൺ മെഡിസിൻ ആണെങ്കിൽ റിസർച്ചിന് ഫണ്ടിങ്ങും മറ്റും മറിച്ചും കുറേ കൂടി എളുപ്പമാണ്. അതെ. ഒരു ഗൈഡൻസ് ആണെങ്കിലും ഏത് ഇതിനാണെങ്കിലും വേറൊരു മെക്കാനിസം ഉണ്ട്. ആയുർവേദത്തിൽ അങ്ങനെ ഒരു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല മോഡേൺ സയൻറ്റിസ്റ്റ് അതാണ്. ഇപ്പം അത് വളരെ ക്ലിയറാണ്. ഹൗ ഡു യു ഗോ അബൌട്ട് റിസർച്ച്? ഓൺലി ബൈ റിസീവിങ് appropriate inputs from the principles, methods and tools of modern science and technology. അതിൽ യാതൊരു സംശയമില്ല. അതിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളുണ്ട്. നമുക്ക് ക്യാൻ വി നോട്ട് സ്റ്റാൻഡ് ഓൺ അവർ ഓൺ, വൈ ഷുഡ് ബി റിസീവ് ഇൻപുട്ട് ഫ്രം ദ ഈ മനന നിധിധ്യാസം എന്നൊക്കെ പറയും ആയുർവേദത്തിൻ്റെ മെത്തേഡ് ഓഫ് നോളജ് എലിവേഷൻ. അത് മാത്രം പോരെ. പക്ഷെ അത് പോരാന്ന് എനിക്ക് തോന്നണം. ഇതുണ്ടാവണം. മാത്രമല്ല ആയുർവേദത്തിൻ്റെ ചരിത്രം നോക്കിയാൽ തന്നെ ഇതുണ്ടെന്ന് മനസ്സിലാവും. ഡോക്ടർ വലിയത്താൻ ഇതിങ്ങനെ ചെയ്തതിൻ്റെ അദ്ദേഹം ഒരിക്കലും ഇത് നിർത്തിയിട്ടില്ല. അപ്പോൾ IIT-യിലത്തെ ലെക്ചർ സീരീസൊക്കെ കഴിഞ്ഞു. ഇതിന് കണ്ടിന്യൂഡ്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഗോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ യൂസ് ഓഫ് ലിംഗ്വിസ്റ്റിക് മെത്തഡോളജി, സ്റ്റൈലോമെട്രി എന്ന് പറയും. സ്റ്റൈലിനെ ഒബ്ജക്റ്റീവായിട്ട് അസസ് ചെയ്യാം. അപ്പോൾ അദ്ദേഹം അത് ട്രിവാൻഡ്രത്ത് ഡോക്ടർ അച്യുസ് ശങ്കർ എസ് നായരായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഡീപ്പ് ലേണിംഗ് ടൂൾസ് ഉപയോഗിച്ചിട്ട് അഷ്ടാംഗഹൃദയം, അഷ്ടാംഗ ശാരീരം, ഇതിൻ്റെ ഓഥേഴ്സ് ഒന്നാണോ അല്ലയോ, വാഗ്ഭടൻ, വൃദ്ധവാഗ്ഭടൻ എന്നൊക്കെ പറയും. അപ്പോൾ ദാറ്റ് പേപ്പർ ഹാസ് ഓൾറെഡി ബീൻ പബ്ലിഷ്ഡ്. അത് ചെയ്തിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ അവസാനം ഞാൻ 91 അദ്ദേഹം തുടങ്ങി അന്നത് ആയുർവേദശാലയ്ക്ക് വേണ്ടി ചെയ്ത് ഇപ്പോൾ അവസാനിക്കുന്ന സമയത്തും
അദ്ദേഹം ചെയ്തിരുന്ന ഒരു പ്രോജക്റ്റിൽ ആയുർവേദശാല, ഹി വാസ് ദ മെൻറ്റർ ഓഫ് ദാറ്റ് പ്രോജക്റ്റ്, ഹി മൂട്ടഡ് ദാറ്റ് ഐഡിയ. ഈ മേധയെ സംബന്ധിച്ചത് എന്ന അർത്ഥത്തിൽ ആ വർഗത്തിൽ വരുന്ന 2 ഹെർബ്സ് എടുത്തിട്ട് ആൽഷൈമേഴ്സിന് അതിനെന്താവും ഇമ്പാക്റ്റ് എന്ന് നോക്കാൻ അദ്ദേഹം ഈ ആസ്റ്റസ് ടു സോർട്ട് ഓഫ് ജോയിൻ. അതിന് ആയുർവേദശാല പാർട്ണറാണ്. അതിൽ ഐ സ്റ്റിൽ കണ്ടിന്യൂ. ഹി ഇൻസിസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് കണ്ടിന്യൂ. അതിൽ പാർട്ട്നേഴ്സ് 1 മണിപ്പാൽ അക്കാഡമി, 2 ബാംഗ്ലൂർ നിംഹാൻസ് എന്ന് പറയും, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ. അപ്പോൾ നിംഹാൻസിലത്തെ ഡോക്ടർ എന്താണ് പാട്ട് അനിത മാഡം ഒരു പേരുണ്ട്, ഗിരീഷ് എന്നൊക്കെ പറഞ്ഞിട്ട്, ദേ ആർ ദ പാർട്ട്നേഴ്സ്. എന്നിട്ട് അത് പ്രോജക്റ്റ് വർക്ക് കഴിഞ്ഞു, എൻ്റെ റിസർച്ച് വർക്ക് കഴിഞ്ഞിരിക്കുന്നു, ഒരു മാനുസ്ക്രിപ്റ്റ് എഴുതുന്ന സമയമാണ്. അതിൽ ഞങ്ങൾക്ക് അദ്ദേഹം തുടങ്ങിയ സമയത്ത് ഈ അപ്രോച്ച്ഡ് വേരിയസ് ഗവൺമെൻറ് ഏജൻസീസ് ഫോർ ഫണ്ടിങ്. അതിൽ 1-2 പേര് ദേ വാണ്ടഡ് ദെയർ ഓൺ choice of Ayurveda, but for whatever reason, Dr. Veliyathan wanted Ayurveda to partner with that. But finally, അദ്ദേഹത്തിന് ഫണ്ടിങ് കിട്ടിയത് ഈ എന്താണ് ഇൻഫോസിസിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ക്രിസ് ഗോപാലകൃഷ്ണൻ്റെ, അദ്ദേഹത്തിൻ്റെ വൈഫും കൂടി ഒരു പ്രതീക്ഷ എന്നൊരു ട്രസ്റ്റ് ഉണ്ട് ബാംഗ്ലൂർ, ദേ ഫണ്ടഡ് ഫോർ ദാറ്റ് പ്രോജക്റ്റ്. ആൻഡ് അത് കോവിഡ് കാരണം കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു, ബട്ട് ഇറ്റ് ഹാസ് ബ്രോട്ട് ഔട്ട് വെരി വെരി ഇൻട്രസ്റ്റിംഗ് റിസൾട്ട്സ്. അതിൽ എന്താ ഒരു യുണീക്ക് ആസ്പെക്റ്റ് എന്താ വെച്ചാൽ, സാധാരണ ഇങ്ങനത്തെ സ്റ്റഡീസൊക്കെ ചെയ്യാം, യു ഇൻഡ്യൂസ് എ സർട്ടൺ കണ്ടീഷൻസ് ഓഫ് എയിൽമെൻറ്റ്. അതിപ്പോൾ മൗസ് മോഡലാണെന്ന് വെച്ചാൽ ആ സൂക്കട് ഉണ്ടാക്കിയിട്ട് മരുന്ന് കൊടുത്തിട്ട് സൂക്കട് മാറുന്നുണ്ടോ എന്ന് നോക്കുക ചെയ്യുക. ഇതിൽ അദ്ദേഹം ഇത് രസായനം എന്നൊരു കൺസെപ്റ്റിൻ്റെ ബേസിസിലാണ് മൂപ്പരത് അപ്രോച്ച് ചെയ്തത്. ഇൻ വിച്ച് കേസ് ഇറ്റ് ഷുഡ് പ്രിവെൻറ്റ് ദി ഒക്കറൻസ് ഓഫ് എയിൽമെൻറ്റ്. ഇന്ന് കഴിക്കണ മരുന്ന് കൊണ്ട് നാളെ ആ സൂക്കട് വരാതിരിക്കുക എന്നുള്ളതാണ് രസായനത്തിൻ്റെ ചുരുക്കത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ദർ മേ ബി എനി അതർ കൈൻഡ് ഓഫ് എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇതിലെന്താ ചെയ്തെന്ന് വെച്ചാൽ, ഈ ആയുർവേദ ഡ്രഗ് അത് ഞങ്ങൾ വേണം ഉണ്ടാക്കാം. വി ഹാവ് എ സർട്ടൺ മെത്തേഡ് ദാറ്റ് ഐ പ്രപ്പോസ് വി വിൽ ഫോളോ ദീസ് മെത്തേഡ്സ് ആൻഡ് ദിസ് ഈസ് വാട്ട് വി ആർ ഡൂയിങ്. 2 ഹെർബുകളുണ്ട്, അതിപ്പോൾ പറയാറായിട്ടില്ല, കാരണം അൺലെസ് ഇറ്റ് ഇസ് പബ്ലിക് ഇറ്റ്സ് ആൻ എലിമെൻറ്റ് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി. മറ്റേ എന്നിട്ട് അത് എന്താണ്, അത് കൊടുത്ത ശേഷം ദർ ആർ സ്റ്റാൻഡേർഡ് മെത്തേഡ്സ് ഓഫ് ഇൻഡ്യൂസിങ് അൽഷൈമേഴ്സ്. അപ്പോൾ അൽഷൈമേഴ്സിനെ ഡിലേ ചെയ്യാൻ പറ്റുമോ, അൽഷൈമേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ പറ്റുമോ, അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ 3 ഒബ്ജക്റ്റീവ്സാണ്. അത് ഉപയോഗിക്കുന്നത് നിംഹാൻസിലും മണിപ്പാലിലുമാണ്. ബ്രെയിൻ കട്ട് ചെയ്തിട്ടൊക്കെയാണ് എൻ്റെ മെത്തഡോളജി. അത് അതിന് ചില ദർ ആർ ബയോളജിക്കൽ മെത്തേഡ്സ് ഫോർ ദാറ്റ്, ആൻഡ് ഇറ്റ് ഹാസ് ബ്രോട്ട് ഔട്ട് വെരി വെരി ഇൻട്രസ്റ്റിംഗ് റിസൾട്ട്സ്. അപ്പോൾ എൻ്റെ മാനുസ്ക്രിപ്റ്റ് എഴുതി, അത് മറ്റേ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് അദ്ദേഹം എനിക്ക് അയച്ചു തരുന്നു. അപ്പോൾ എനിക്ക് ചില കമൻറ്റ്സ് ഉണ്ടായിരുന്നു, ഞങ്ങൾ ചെയ്ത ഭാഗം മാത്രമല്ല, ഈവൻ അതർ വേ. ബട്ട് ഞാൻ ഈ എഡിറ്റിങ്ങിൽ എനിക്ക് ലേശം ശീലമുള്ളത് കൊണ്ട് മറ്റേ ഇത് അത് ഫൈനലൈസ് ചെയ്യണ സമയത്ത് അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടായത്. വെച്ചാൽ ഇത് ഞാൻ അവസാനം സംസാരിച്ചത് മാർച്ച് എൻഡിൽ. അന്ന് ഞാൻ ഡൽഹിയിൽ ഒരു ആവശ്യത്തിന് പോയിരിക്കുമായിരുന്നു. ഞങ്ങളിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ ആദ്യം കുറേ ഡാറ്റ വേണം പറയും. അപ്പോൾ ഇന്നിപ്പോൾ ആലോചിക്കുമ്പോൾ അന്ന് എനിക്ക് സംശയം തോന്നിയത്, സംശയം നൽകില്ല, അതെന്താണ് ഒരു വ്യത്യാസം എന്നുള്ളത്. ഇറ്റ് വാസ് ഇൻ എ ഗ്രേറ്റ് ഹറി. He was urging memory, let us finish it. അപ്പോൾ ഞാനവിടെ ഡോക്ടർ ഗുരുപ്രസാദ് ഉണ്ട്, അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, അദ്ദേഹത്തെ വിളിക്കും. അപ്പോൾ പറഞ്ഞു, ഇല്ല ബാംഗ്ലൂരിൽ നിന്നുള്ള ഡാറ്റ ഇനിയും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങൾ മരുന്നുണ്ടാക്കും മാത്രമല്ല, വി ബ്രോട്ട് സയൻസ് അലോങ് വിത്ത് ലൈക്ക് HPTLC എന്ന് പറഞ്ഞാൽ അതിനൊരു മെത്തേഡുണ്ട്. ഞങ്ങൾ ഡോക്ടർ സുലൈമാനായിട്ട് പോയിട്ട് അതിൻ്റെ HPLC എടുക്കേണ്ടതുണ്ട്. വേറെ കെമിക്കൽ മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെ മെത്തേഡ്സ്. സോ ഇറ്റ് വാസ് എ സ്റ്റാൻഡേർഡ് ട്രയൽ ഡ്രഗ്. അങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത്. ആൻഡ് വി ഹാഡ് റെക്കോർഡ്. അത് കുറേ എണ്ണം ഉണ്ടായിരുന്നു. ദർ ആർ എനി നമ്പർ ഓഫ് അറ്റാച്ച്മെൻറ്റ്സ് അതിൻ്റെ അപ്പൻഡിക്സ് ആയിട്ട്. അപ്പോൾ ആദ്യം അത് വേണം, പിന്നെ അതൊന്ന് ചുരുക്കി. പിന്നെ കുട്ടി ഇങ്ങനെ യു വാസ് ജസ്റ്റ് ഗോയിങ് ഓൺ. ഇറ്റ് അപ്പിയർഡ് ആസ് ഹി വാസ് എ ലിറ്റിൽ റെസ്റ്റ്ലെസ്, ഇഫ് ഐ മേ യൂസ് ദാറ്റ് വേർഡ്. ഇന്ന് ഞാൻ വിചാരിക്കണു, ഇതിപ്പോൾ ഉണ്ടായത് മാർച്ച് ഏപ്രിൽ ആ സമയത്താണ്. മേ ബി ഈ ന്യൂ വാട്ട് ഈസ് ഞാൻ വിചാരിക്കണം. അദ്ദേഹത്തിന് വെയിറ്റ് ചെയ്യാൻ വയ്യ എന്നൊരു അവസ്ഥയുള്ള പോലെ തോന്നുന്നു. എന്നിട്ടത് മാനുസ്ക്രിപ്റ്റൊക്കെ ആയി കഴിഞ്ഞിരിക്കണം. പക്ഷെ അതെന്തോ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് പോയി അതുണ്ടായി കഴിഞ്ഞപ്പോൾ. അത് ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് ഇറ്റ് ഫോർവേഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന പ്രോഡക്റ്റിലും ആയുർവേദശാല വാസ് എ പാർട്ട്ണർ. അദ്ദേഹം 91 ഇവിടെ വന്ന് തുടങ്ങിയതാണ് അതിൻ്റെ തുടക്കം ഞാൻ ക്രോണോളജിക്കലി വിചാരിക്കണം. പൊതുവെയുള്ള വാർത്തകൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ അദ്ദേഹം ഈ അഷ്ടാംഗ ഹൃദയം ചരകസംഹിതമൊക്കെ ഇതിന് കോമ്പൻഡ്യം തയ്യാറാക്കിയത് വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ അതേ ഈ മെഡിസിൻ റിസർച്ചിൽ ഇത്രയധികം കാര്യം എനിക്കറിയില്ല. അതാണ് അതിൻ്റെതാ കാരണം. കേരളത്തിലല്ല, കേരളത്തിന് പുറത്തറിയുമ്പോൾ ഭൂഷൺ പട്ടുവർദ്ധൻ, ലഖോട്ടിയ, ദർ ആർ എനി നമ്പർ ഓഫ് പീപ്പിൾ ഹു ആർ അവെയർ ഓഫ് വാട്ട് ഹി ഡിഡ് ഇൻ ദിസ് ആസ്പെക്ട്. അതെ, ഇവിടെ എന്ത് പറ്റിച്ചാൽ ദർ വാസ് നോ അതർ പാർട്ട്ണർ. ആയുർവേദശാലയായിരുന്നു പാർട്ട്ണർ.
അതിൽ സംഗതി പക്ഷേ ഞാനാണ് അത് കോർഡിനേറ്റ് ചെയ്തിരുന്നത് എന്നതുകൊണ്ട് ഐ ആം അവെയർ ഓഫ് ദാറ്റ്. അല്ല, അക്കാഡമിയാക്കി പുറത്തേക്ക്, അതായത് ആയുർവേദത്തിൽ ഇങ്ങനെ ഒരു സ്റ്റഡി നടക്കുന്നുണ്ടെന്ന് പോലും നമുക്ക് സാധാരണ അതിപ്പോൾ ഈ മോഡേൺ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ്, മോഡേൺ സയൻറ്റിഫിക് മെത്തേഡ്സ് ആൻഡ് മോഡേൺ സയൻറ്റിഫിക് ടൂൾസ്, ഇത് മൂന്നും ഉപയോഗിച്ചിട്ട് ആയുർവേദ കൺസെപ്റ്റ്സ്, ആയുർവേദ പ്രൊസീജിയേഴ്സ് ആൻഡ് സർട്ടൻ മെത്തേഡ്സ് ഓഫ് പ്രോസസ്സിങ് ഇതിനെ പഠിച്ചു എന്നുള്ളതാണ് എൻ്റെ കാര്യം. നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ തോന്നാം. ഇന്നിപ്പോൾ ചികിത്സിക്കുന്ന ആൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്നത്തെ ഒരു ചികിത്സകന് ഇപ്പോൾ ഇത് ചെയ്താലും വലിയൊരു വിരോധമില്ല. പക്ഷേ ഈ നോളജ് ഇൻക്രിമെൻ്റലായിട്ട് വലുതാവണം, അത് എക്സ്പാൻഡ് ചെയ്യണം. ഞാൻ വാലിഡേറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് വളരെ പേടിച്ചിട്ട്, അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇത് വാലിഡേറ്റ് ചെയ്യാത്തതാണോ എന്നൊരു ദുരർത്ഥം അതിലുണ്ട്. ആ അർത്ഥത്തിലല്ല, ടു ബ്രിങ് ഇറ്റ് ഓൺ പാർ വിത്ത് അതേഴ്സ്. ഇപ്പം എന്താ ആയുർവേദ റിസർച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, റിസർച്ച് ഇല്ലാണ്ട് നോളജ് നിലനിൽക്കില്ല. നോളജ് റെലവൻ്റ് ആയിട്ട് കണ്ടംപറേനിയസ് ആയിട്ട് നിൽക്കേണ്ട റിസർച്ച് വേണം. ആയുർവേദത്തിന് പണ്ടുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നത് ഉണ്ടാവില്ല. പണ്ട് ആചാര്യന്മാരത് ചെയ്തത് കൊണ്ടാണ് ഇന്നും നമുക്കത്, അല്ലെങ്കിൽ അത് എന്നേ ചത്തുകെട്ട് പോയേനെ. അപ്പോൾ അങ്ങനെ ചെയ്യണ നോളജ് ഇപ്പം നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ യാതൊരു സംശയമില്ല അത് മോഡേൺ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് വേണം. അപ്പോൾ നമുക്കുള്ളൊരു പ്രശ്നം, ഇപ്പോൾ മോഡേൺ മെഡിസിൻ വെച്ചാൽ പ്രശ്നമില്ല. ഇറ്റ് ഹാസ് ഓൾറെഡി കം ടു എ സർട്ടൻ ലെവൽ. അത് ക്ലിനിക്കൽ മെത്തേഡ് ആവട്ടെ, ഡ്രഗ്സ് ആവട്ടെ, തെറാപ്പി ആവട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ടെക്നോളജി എക്യുപ്മെൻറ്റ്സ് ആവട്ടെ, അത് പുതുതുണ്ടാക്കേ വേണ്ടൂ. നമുക്കത് ചെയ്യണമെങ്കിൽ നോളജിനെ ആദ്യത്തെ ഭാഗമൊന്നും ഈ ലെവലിലേക്ക് കൊണ്ടുവരണം. ലെവലെന്ന് പറഞ്ഞാൽ നോളജ് ആ ലെവലല്ല, ഈ ട്രാൻസ്ലേറ്റബിൾ ആയിട്ട് അങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഇരട്ടിപ്പണിയാണ്. അതൊപ്പം ചെയ്യണം. ഈ നോളജിൻ്റെ കൺസെപ്റ്റ്, അതാണ് ഡോക്ടർ വലിയത്താൻ ചെയ്തൊരു കാര്യം. ഇനി യു ക്യാൻ ടേക്ക് ഓഫ് ഫ്രം ദാറ്റ് ജിനോമിക് തിയറി. അത് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് എടുക്കാൻ പറ്റും. ആ തുടക്കത്തിൻ്റെ ഫൗണ്ടേഷൻ ഇട്ടു. അതിന് വേണ്ടിയിട്ട് മോഡേൺ സയൻറ്റിസ്റ്റിൽ കുറച്ച് പേര് പ്രിപ്പയർ ചെയ്തു. അതിന് വേണ്ടിയിട്ട് ആയുർവേദക്കാരെ കുറച്ച് പേര് പ്രിപ്പയർ ചെയ്തു. ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി, അതായത് ഒരു മൊഡാലിറ്റി അതിനുണ്ടാക്കി എന്നുള്ളത്, ദാറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ് ദാറ്റ് ഹി ഹാസ് ഡൺ, വിച്ച് ഈസ് നോട്ട് ഇൻ എനി കേസ് എനിവേ ലെസ് ദാൻ വാട്ട് എവർ ഹി ഡിഡ് ഫോർ ദോസ് 3 ബുക്സ്, അങ്ങനെ ലെഗസി ബുക്കുകൾ. എനിക്ക് ഇത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചതിനേക്കാളും ബയോളജി ചെയ്തതിനേക്കാളും വലിയൊരു, കാരണം ഇത് വേറൊരു ഇതുപോലെ വലിയൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. അദ്ദേഹത്തിന് 7 കൊല്ലം എടുത്തു ആ വാൽവ് ഉണ്ടാക്കാൻ. ആയിക്കോട്ടെ, പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് ശരിക്കും വാൽവ് ഉണ്ടാക്കാൻ ശരി അല്ല, ഇത് വേറെ ഒരു തരത്തിൽ ഒരു സയൻസിനെ വേറെ കൊണ്ടുപോകുന്ന, അത് ചില്ലറ ധൈര്യമൊന്നും പോരാ. കാരണം എന്താ വെച്ചാൽ അവനോൻ്റേത് അല്ലാത്തൊരു ഫീൽഡിലേക്ക് പോവുക. അതിന് വേണ്ടി അദ്ദേഹം പറയണ്ടേ, ഞാൻ 65 വയസ്സിൽ എന്നേക്കാൾ 20 വയസ്സ് കൂടിയുള്ള ശിഷ്യനായി പോയിരുന്നു. തിരുപ്പാടിൻ്റെ അടുത്ത് അദ്ദേഹം 65 വയസ്സിലാണ്. എല്ലാ മാസത്തിലും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ അവിടെ പോകും. സ്പെൻസ് കപ്പിൾ ഓഫ് ഡേയ്സ് ദർ. അദ്ദേഹം എഴുതി കാണിക്കും, പുതു പഠിക്കും. അത് ഇറ്റ് വാസ് എ പ്രൊഫഷണൽ ജെനുവിൻ എഫർട്ട്. അത് അപ്രീഷിയേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വയ്യ. അത് ആ സമയത്ത് അദ്ദേഹം മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറോ? അതെ, ഈ വാസ് വൈസ് ചാൻസലർ. അതെ, അവിടെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ യൂണിവേഴ്സിറ്റി ഇന്റർനാഷണലൈസ് ചെയ്തു. പുറത്തേക്കൊക്കെ യൂണിറ്റ്സ്, കെനിയയിൽ ഇവിടെയൊക്കെ അതിന് യൂണിറ്റ്സ് തുടങ്ങി. അവിടെ അത് ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ, ആസ് എൻ അക്കാഡമിഷ്യൻ, ആസ് എൻ എഡ്യൂക്കേഷനിസ്റ്റ്, ആസ് എ thoracic surgeon, and as a biotechnologist, and as a person who has done good for Ayurveda. It's a multifaceted പ്രൊഫഷണൽ. ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഞാൻ ഒറ്റവാക്കി പറഞ്ഞാൽ, ഇത് ഇദ്ദേഹം ചെയ്തിരുന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇത് ചെയ്യാൻ ഉണ്ടാകുമായിരുന്നു എന്ന് സംശയമില്ല. നമുക്ക് ചരിത്രത്തെ പറ്റിയിട്ടോ സമുദായത്തെ പറ്റി ഒന്നും പറയാൻ പാടില്ല. ബട്ട് ഇറ്റ്സ് വെരി അൺലൈക്ലി ഇൻ ദ നിയർ ഫ്യൂച്ചർ നമ്മൾ വേറെ. അതുകൊണ്ട് എന്ത് പറ്റി, അദ്ദേഹത്തിന് കുറച്ച് കാലമായിട്ട് ഇത് വയ്യാണ്ടപ്പോൾ അദ്ദേഹം ഭൂഷൺ പട്ടുവർദ്ധനെ ഏൽപ്പിച്ചു ഈ ആയുർവേദിക് ബയോളജിയുടെ ഭാഗം. ഭൂഷൺ പട്ടുവർദ്ധൻ ഇതുപോലെ ആയുർവേദ ആളല്ല. അദ്ദേഹം എന്താണ് ഇന്റർ യൂണിവേഴ്സിറ്റി അതിൻ്റെ വൈസ് ചാൻസലർ, ഇതിൻ്റെ UGCയുടെ വൈസ് ചെയർമാനായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. പക്ഷേ കുറച്ച് കാലമായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പേപ്പേഴ്സൊക്കെ ഉണ്ട്, പലതും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ വോളിയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പേപ്പറുണ്ട്. അപ്പോൾ എനിക്കിത് ആവണ പ്രായം, മേ ബി അതർ റീസൺസ് ഓൾസോ, അദ്ദേഹം വേറെ ഏൽപ്പിച്ചു. അതിനൊക്കെ അദ്ദേഹം വളരെ അങ്ങനൊരു സെറ്റ് ഓഫ് പീപ്പിൾ ഉണ്ട്. പക്ഷേ കൂട്ടത്തിൽ പറയുമ്പോൾ അതും വേണമല്ലോ. അദ്ദേഹം ഈ മാർച്ചിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ പറയേണ്ടത്, ഐ എം ലിറ്റിൽ ഡിസില്യൂഷൻഡ് ഫോർ 2 റീസൺസ്. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, ഇത് ചെയ്ത യൂണിവേഴ്സിറ്റി ഒക്കെ ഇന്ത്യയിലത്തെ 1-ാം തരം യൂണിവേഴ്സിറ്റി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണലി ഇപ്പോൾ 14th സ്റ്റേജിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് അതൊക്കെ. പക്ഷേ അത് ഫോർ സം റീസൺ ആ പ്രോജക്ട്സ് പലതും അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് കണ്ടിന്യൂ ചെയ്തില്ല. 2, അദ്ദേഹം മോഹിച്ചു ഇതുകൊണ്ട് പഠിച്ചു വന്ന ആയുർവേദ ആളുകളൊക്കെ, അതൊന്ന് PhD എടുത്ത ആളുകളൊക്കെ ഉണ്ട്, അതേ വിൽ കണ്ടിന്യൂ റിസർച്ച്. പക്ഷെ അവർക്ക് ജോലി കിട്ടുന്നില്ല. അവർക്ക് വേറെ ആരെങ്കിലും ജോലി കൊടുക്കാണ്ട് വരും. അപ്പോൾ ദേ ഗോട്ട് ഇൻ ടു ഇൻഡസ്ട്രി ഓർ ദേ ഗോട്ട് ഇൻ ടു. അപ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റി വേണ്ട പോലെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്ന അദ്ദേഹത്തിന് ചെറിയൊരു ഡിസല്യൂഷൻമെൻറ്റ് ഉണ്ടായിരുന്നു അവസാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ് ഹാസ് കം ടു എ സർട്ടൻ ബോഡി ഓഫ് നോളജ് അവിടെ തന്നെ കാണും. അതെ, somebody else can take off from there എന്നൊരു സ്റ്റേജിൽ അദ്ദേഹം എത്തിച്ചു. അത് അദ്ദേഹം നിന്ന് പ്രവർത്തിച്ചു ഇത്രയും കാലം, 30 കൊല്ലത്തോളം അദ്ദേഹം അത് ചെയ്യാണ്ടെന്ന് പറയാണ്ട് വയ്യ. ഇറ്റ് വാസ് എ ഗ്രേറ്റ് എഫർട്ട് ദാറ്റ് ഹി ഡിഡ്. ഇഫ് ഐ മേ യൂസ് ദ വേർഡ് റിസർച്ച്,
പെർസെ വിത്ത് റെസ്പെക്ട് ടു ആയുർവേദ ഡ്രഗ്സ് പെർസെ. അത് 2-3 കോമ്പണൻസ് ആണുള്ളത്. അതിൽ ഫോർമുലേഷൻ, പ്രോസസ്സ്, സ്റ്റാൻഡർഡൈസേഷൻ, പ്രസൻറ്റേഷൻ, ഇങ്ങനെ 4 കോമ്പണൻ്റാണ് ഉള്ളത്. അതിൽ എല്ലാ ഏരിയയിലും ദർ ഇസ് എ സ്കോപ്പ് ഫോർ ടേക്കിംഗ് അപ്പ് റിസർച്ച്. അത് ഇറ്റ്സ് മോർ ലൈക്ക് എൻ അപ്ലൈഡ് റിസർച്ച് റാദർ ദാൻ ഫണ്ടമെൻ്റൽ. ഇറ്റ് വിൽ ബി ദർ ലിറ്റിൽ ബിറ്റ്. ഇപ്പോൾ ഫോർമുലേഷൻ തന്നെ 2-3 വഴികളുണ്ട്. എന്താ വേണ്ടതെന്നുള്ളത് ആലോചിക്കേണ്ട സമയമാണ്. ഒന്ന്, വി ക്യാൻ സ്റ്റിക്ക് ടു ദ ടെക്സ്ച്വൽ സ്പെസിഫിക്കേഷൻസ്. ആയുർവേദ ഭൈഷജരത്നാവലി മറ്റേ അതുപോലെ പലതുണ്ട്. അതിലൊക്കെ പറയുന്നുണ്ട് ഒരു മരുന്ന് എങ്ങനെ ഉണ്ടാക്കണം, എന്താണ് ഉണ്ടാക്കണം എന്നുള്ളത്. അതിൻ്റെ ചില സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപയോഗിച്ച് ചെയ്യാം. പക്ഷേ നാനാവിധമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, നൂറ്റുകണക്കിന് ആയുർവേദ ശാസ്ത്ര പുസ്തകങ്ങളുണ്ട്. അത് സംസ്കൃതത്തിലാവാം, മറ്റ് ഇന്ത്യൻ ഭാഷകളിലാവാം. പക്ഷെ അതിലൊന്നുള്ള എല്ലാ മരുന്നൊന്നും ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല. കവിഞ്ഞ ഒരു 750 ഫോർമുലേഷൻ മാർക്കറ്റിലുണ്ടാവും. അപ്പോൾ ദെൻ വൈ ഷുഡ് യു ലുക്ക് ഫോർ എ ന്യൂ ഡ്രഗ്, NPD, ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. അതിനെന്താ ന്യായച്ചാൽ നമ്മൾ വല്ലാണ്ട് നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കണം. ആയുർവേദ മരുന്ന് ഉണ്ടാക്കാൻ നമുക്ക് സിന്തറ്റിക് മെറ്റീരിയൽ ഉപയോഗിക്കാൻ പാടില്ല. എവറിത്തിങ് കംസ് ഫ്രം ദ നേച്ചർ. അതിൽ മോസ്റ്റ്ലി ഫ്രം ദ വെജിറ്റബിൾ കിങ്ഡം, എ ലിറ്റിൽ ഫ്രം ആനിമൽ കിങ്ഡം, എ ലിറ്റിൽ ഫ്രം മെറ്റൽസ് ആൻഡ് മിനറൽസ്. ഇത് ഉപയോഗിച്ചിട്ടാണ് മരുന്ന് ഉണ്ടാക്കുന്നത്. But then the problem is that the more you grow, the more detrimental you are going to the nature. എത്രത്തോളം നമ്മൾ അധികം എടുക്കണോ അതന്നെ ടോട്ടലി ഡിസോർഗനൈസ്ഡ് ആയിട്ടൊരു സെക്ടറാണ്. കാട്ടുന്ന അവിടുന്ന് ഇങ്ങനെയൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അൺലെസ് സം വെരി സീരിയസ് മെഷേഴ്സ് ആർ ടേക്കൺ ടു, if I may say, if to develop new formulations or to trim these new formulations in such a manner that you use the ingredients more optimally and more rationally. അതില്ലെങ്കിൽ ഇത് അധികകാലം ഇങ്ങനെ തുടരാൻ പറ്റില്ല. കാരണം ഇറ്റ്സ് സെൽഫ് ഡെട്രിമെൻ്റൽ ആണ്. അതുകൊണ്ടാണ് പുതിയ ഫോർമുലേഷൻസ് വേണമെന്നുള്ളതിൻ്റെ ഒരു കാരണം അതാണ്. രണ്ടാമത്തെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ആയുർവേദം രോഗങ്ങളെ പല നിലയ്ക്ക് കാണുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ആയുർവേദം പറയുന്നുണ്ട് എനിക്ക് രോഗത്തിൻ്റെ പേരൊന്നും വേണ്ട, കണ്ടീഷൻ അറിഞ്ഞാൽ മതി, ഞാൻ ചികിത്സിച്ചോളാം എന്നാണ് ആയുർവേദത്തിൻ്റെ. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻറ്റ് വന്നാലും ഒരു ആയുർവേദ ഫിസിഷ്യന് ഒരു അപ്രോച്ച് ഉണ്ടാക്കാൻ പറ്റും. ക്യാൻസറിനെ പറ്റി ആ നിലയ്ക്ക് ആയുർവേദ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും. അതൊക്കെ അങ്ങനെയാണെങ്കിൽ തന്നെ there are a number of new emerging disease conditions of the new time. അതിന് പലതും എങ്ങനെ ചെയ്യാൻ അപ്രോച്ച് ഉണ്ടാക്കാൻ വേണ്ടി മേ ബി ദർ ഇസ് എ നീഡ് ഫോർ ന്യൂ ഫോർമുല. ഇവിടെ PK വരെയുള്ള കാലത്തൊക്കെ ഞങ്ങളുടെ R&D ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ജോലി ഉണ്ടായിരുന്നത് ഇടയ്ക്കിടയ്ക്ക് മൂപ്പര് പുതിയ ഫോർമുല വേണം പറയും. മോസ്റ്റ്ലി ടെക്സ്റ്റ് നിന്ന് അങ്ങനെ കമേഴ്ഷ്യലി വയബിൾ അല്ലാത്തതാവും. പക്ഷേ കമേഴ്ഷ്യലി വയബിൾ അല്ലെങ്കിൽ അദ്ദേഹം മരുന്നുണ്ടാക്കാൻ പറയും രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആവാം. അതിൽ ചില മാറ്റങ്ങൾ വരും. ഈ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് ആയുർവേദത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഇന്നിപ്പോൾ നിയമം അത് സമ്മതിക്കുന്നില്ല. പക്ഷേ ആയുർവേദിക് ഫാർമക്കോപ്പിയ സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും ഇതിലൊരു ഇത് പറയും സാർഗിത്ര സംഹിതയിൽ വ്യാധേരയുക്തം യദ്ദ്രവ്യം ഗണോക്തമപി തത്യജേത് അനുക്തമപി യദ്യുക്തം യോജയിൽ തത്ര തദ്ബുധ എന്ന് പറയും. അതായത് യോഗത്തിൽ പറഞ്ഞിട്ടില്ലേക്കാ ഇന്ന യോഗം ദശമൂലാരിഷ്ടം അതിൽ പറയാത്തൊരു ഡ്രഗാണെന്ന് വെച്ചാലും ആവശ്യമാണെന്ന് വെച്ചാൽ അതിൽ ഉപയോഗിക്കാം. ഇത് പറയാത്തൊരു സാധനമാണെക്കാ ആ രോഗിയുടെ കണ്ടീഷൻ അത് യുക്തമാണെന്ന് തോന്നണൊക്കെ ബുദ്ധിയുള്ള വൈദ്യൻ അതിൽ ഉപയോഗിക്കണം എന്നാണ് ശാസ്ത്രം പറയണത്. അപ്പോൾ ഈ ആയുർവേദത്തിൻ്റെതായ മോഡിഫിക്കേഷൻസൊക്കെ അങ്ങനെയാണ്. എൻ്റെ ഗുരു അത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഗുരു അത് പറഞ്ഞിട്ടുണ്ട്. അത് ആ കണ്ടീഷൻ അവർ ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് ആ സ്വാതന്ത്ര്യം ആയുർവേദത്തിനില്ല. ഗവൺമെൻറ് ടേക്കർ ചെയ്ത് ദർ ആർ സ്റ്റാറ്റ്യൂട്ടറി റെഗുലേഷൻസ് ആയുർവേദിക് ഫാർമക്കോപ്പി. അതിൽ ചില പേരുകൾ പറഞ്ഞിട്ടുണ്ട്, ചില മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. അതിന് ഡീവിയേറ്റ് ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. പക്ഷേ അടിസ്ഥാന തത്വം ദർ ഇസ് എൻ എലിമെൻറ്റ് ഓഫ് ഇന്നോവേഷൻ ഇൻ ദാറ്റ്. അപ്പോൾ നമുക്കത് വേണ്ടി വരും ഈ പുതിയ രോഗങ്ങളുടെ കാര്യത്തിൽ. അതാണ് ഈ ന്യൂ ഡ്രഗ് ഡെവലപ്മെൻറ്റ് ഒരാവശ്യമുള്ളത്. വേറൊന്ന് ഈ പ്രോസസ്സിൽ എന്താ പണ്ടെച്ചാൽ നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ സിംഗിൾ ഡോസ് മരുന്നുണ്ടാക്കാനാണ് സാമാന്യം പറഞ്ഞിരുന്നത്. നമ്മൾ അടുപ്പം കല്ലുമ്പിൽ കലത്തിൽ വെച്ചുണ്ടാക്കണം മരുന്ന് 2-3 നേരം കഴിക്കണം. അല്ലാണ്ട് ഇങ്ങനെ കമേഴ്ഷ്യൽ ബേസിസിൽ ഉണ്ടാക്കാൻ അത് എൻവിസേജ് ചെയ്തിട്ടില്ല. ബട്ട് ഇന്നത്തെ കാലത്തിൻ്റെ അവസ്ഥയിൽ എന്താ വെച്ചാൽ മരുന്ന് ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ഇല്ലേക്കാണ്. അതെ, ആയുധം കയ്യിലില്ലാത്തവൻ അടരാടുന്നത് എങ്ങനെ? ഇത് പണ്ട് അതല്ല. വൈദ്യൻ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ മരുന്ന് ഉണ്ടാക്കാൻ ഈ ഭൈഷജ കൽപ്പനയൊപ്പം പഠിക്കുന്നുണ്ട്. ഇന്ന് പഠിച്ചാലും അതിനാരും തയ്യാറല്ല. ദർ ഇസ് നോ വില്ലിങ്ങിന് ദോറിഡിന് ദർ ആർ നോ റിസോഴ്സസ്. കഷായം വീട്ടിലിട്ട് കുടിക്കാൻ പറഞ്ഞാൽ അതെ ഭക്ഷണം തന്നെ മറ്റേ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുന്ന. അതെ, എക്സാക്ട്ലി, ദാറ്റ് ഈസ് ദ പോയിന്റ്. അപ്പോൾ അതിന് പ്രോസസ്സുകൾ ഒന്നാമത് ഇപ്പോൾ ഓൾറെഡി ഇൻഡസ്ട്രിയലൈസ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ ടെക്നോളജി ഉപയോഗിച്ച് അത് തന്നെ ദർ ആർ ഇഷ്യൂസ്. ഫോർ എക്സാമ്പിൾ ഈ ഓപ്പൺ പാത്രത്തിൽ തിളപ്പിക്കുക, അൺഹൈജീനിക് കണ്ടീഷൻസ്, അത് ഇതിൻ്റെ ട്രിം ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ദർ ഈസ് എ നീഡ് ഫോർ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ഇൻ ദാറ്റ് ഏരിയ. അതാണ് അതിൻ്റെ റിസർച്ചിൻ്റെ. ചിലതൊക്കെ അവിടെ ഇവിടെ ഇല്ല എന്ന് പറയുന്നില്ല. അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, വൈ നോട്ട് വി യൂസ് എക്സ്ട്രാക്ട്സ്
അതൊരു വലിയൊരു ഡിമാൻഡാണ്. അപ്പോൾ വാട്ട് യു മീൻ ബൈ എക്സ്ട്രാക്ട്? കാരണം ആയുർവേദ മരുന്നുകൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ വെള്ളത്തിൽ എക്സ്ട്രാക്ട് ചെയ്തതാണ് എന്ന് പറയാം. കഷായം ആവട്ടെ, അരിഷ്ടാവട്ടെ, തൈലാവട്ടെ, ആദ്യം നമ്മൾ ചെയ്യണത് വെള്ളത്തിൽ കഷായം വെച്ചിട്ട് അതിലത്തെ വെജിറ്റബിൾ കോണ്ടാക്ട് കളഞ്ഞിട്ട് ആ വെള്ളം ഫർദർ പ്രോസസ്സ് ചെയ്തിട്ടാണ് തൈലവും ലേഹവും ഇതൊക്കെ ആയി മാറണത്. അപ്പോൾ അതിൽ ദ്രവ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്, മെറ്റീരിയലായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തു എങ്കിൽ നമുക്കതിന് പല ഇതുണ്ട്, കുറേയും കൂടി ബെറ്ററായിട്ട് ഉപയോഗിക്കാം, ഡോസ് കുറേയും കൂടി ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, കീപ്പിംഗ് ക്വാളിറ്റി കൂട്ടും. ഇതൊക്കെയാണ് ഗുണം. അതിനിപ്പോൾ അനുവാദമില്ല. നമുക്ക് എന്ത് സോൾവെൻറ്റ് ഉപയോഗിക്കും എന്നുള്ളതാണ്. ഈ പോളാർ സോൾവെൻ്റ് ആയിട്ടുള്ള വെള്ളം ഉപയോഗിക്കാനാണ് സാമാന്യന. ബട്ട് ദെൻ വേറെ ചില കാര്യത്തിൽ നമുക്ക് സൈലീൻ ഉപയോഗിക്കണോ, ബെൻസീൻ ഉപയോഗിക്കണോ, വേറെ എന്തെങ്കിലും ഉപയോഗിക്കണോ, അതൊക്കെ സയൻസിന് അതൊക്കെ പോസിബിളാണ്. അപ്പോൾ ഞങ്ങളൊരു കൊളാബറേഷൻ ബാംഗ്ലൂർ സെമി ലബോറട്ടറീസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ട്രയൽ ബേസിസിൽ അങ്ങനെ നമുക്കൊരു എക്സ്ട്രാക്ഷൻ ചെയ്താൽ എന്താ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ കണ്ടത്, ദർ ഈസ് നോ ജനറൽ റൂൾ. ചില കേസിൽ നമ്മൾ ഈ ഹെർബിൽ ഒരു സോൾവെൻറ്റ്, ഓർഗാനിക് സോൾവെൻറ്റിൽ എക്സ്ട്രാക്ട് ചെയ്ത് ഒരു മരുന്നുണ്ടാക്കിക്കുക. ദർ ഇസ് എ സേവിങ് ഓഫ് ടൈം. അതിപ്പോൾ നിയമപ്രകാരം സമ്മതമാണോ എന്നൊക്കെ നിൽക്കട്ടെ, പക്ഷേ നമ്മളത് കാലം കൊണ്ട് ചെയ്യേണ്ടതല്ലേ. കാരണം റോ മെറ്റീരിയൽ ഫ്രൂഗലൈസ് ചെയ്യണ്ടേ, സേവ് ചെയ്യണ്ടേ എന്നുള്ള കാര്യം, ഒരു സയൻറ്റിഫിക് നോളജ് ഉണ്ടാക്കേണ്ടത്. പക്ഷേ അതിൽ കണ്ടെത്തല്ലാതെ ഇറ്റ് ഇസ് നോട്ട് എ യൂണിവേഴ്സൽ ഫാക്ട്. ചില കേസിൽ മറിച്ചാൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നം ഈ സോൾവെൻറ്റ്. ഇപ്പോൾ ഈ സ്റ്റാൻഡർഡൈസേഷനൊക്കെ നമുക്കുള്ളൊരു പ്രോബ്ലം അതാണ്. ഓരോ മെഡിസിനൽ പ്ലാന്റിലും ദർ വിൽ ബി എ കപ്പിൾ ഓഫ് മേജർ മോളിക്യൂൾസ്, പ്രധാനപ്പെട്ട 2-3, ആൻഡ് ദർ വിൽ ബി എനി നമ്പർ ഓഫ് മൈനർ മോളിക്യൂൾസ്. അങ്ങനെ വിവിധ മോളിക്യൂളുകളുള്ള 20-30 ഹെർബൽ ഇൻഗ്രീഡിയൻസ് നടന്നതാണ് ഒരു മരുന്ന്. അപ്പോൾ ഇതിൽ ഏതൊരു മോളിക്യൂളാണ് സൂക്കട് മാറ്റുന്നത്, ഏതൊരു മോളിക്യൂളാണ് ബയോ എൻഹാൻസർ, ഏതൊരു മോളിക്യൂളാണ് അത് ആൻറ്റിഡോട്ട് എന്ന് നമുക്കിപ്പോൾ അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു പുതിയ ടെൻഡൻസി എന്താ വെച്ചാൽ ഒരു പുതിയ മരുന്ന് ഉണ്ടാക്കണം. ഇപ്പോൾ സ്കിന്നിന് ഉണ്ടാക്കുന്നത് ത്വച്യം എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്, ത്വക്കിന് ഉപയോഗമായിട്ടുള്ളത്. അപ്പോൾ ഈ ത്വച്യം എന്നുള്ള പ്രോപ്പർട്ടി ഉള്ള ഒരു 4-5 അടുത്ത് മരുന്നുണ്ടാക്കും. പക്ഷേ ആയുർവേദ ആചാര്യന്മാർ അതല്ല ചെയ്തിരിക്കുന്നത്. അവർ നോക്കിയാൽ കാണാം ഇതിൽ ചിലതൊരു ഉഷ്ണവീര്യം ഉണ്ട്, അത് തൊട്ട് പിന്നാലെ ശീതവീര്യം ഉണ്ട്. ഇതൊരു ടോട്ടൽ ബാലൻസിങ്. ഇപ്പോൾ എന്താണ് രാസാദി കഷായത്തിൽ 38ഓളം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇതൊരു സംതിങ് കോൾഡ് മഹാരാജ പ്രസാരണി തൈലം 115 ഇൻഗ്രീഡിയൻറ്റാണ്. ഈ 115 ഇൻഗ്രീഡിയൻറ്റിൽ ഏതൊരു മോളിക്യൂൾ കൊണ്ടാണ് സൂക്കട് മാറുന്നത് നമുക്കറിയില്ല. അപ്പോൾ ഏത് ഉപേക്ഷിക്കും, ഏതെടുക്കും? അപ്പോൾ എന്താ ചെയ്യുക, ഓർഗാനിക് സോൾവെൻറ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് പ്രിഫറൻഷ്യലി ആൻഡ് കോപ്പിയസ്ലി എക്സ്ട്രാക്ട് സം ഓഫ് ദ മോളിക്യൂൾസ് ആൻഡ് സം അതർ മോളിക്യൂൾസ് മേ ബി ഡിസ്കാർഡഡ്. അങ്ങനെ ഒരു നോൺ യൂണിഫോം ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ഫോർമുലയായിട്ട് കമ്പാരബിൾ അല്ല, കാരണം ഇപ്പോൾ വെള്ളത്തിൽ തിളപ്പിച്ചിട്ടുള്ളതാണ്. അതൊന്ന്. പക്ഷേ ഡസൻറ്റ് മാറ്റർ, ലെറ്റ് us മേക്ക് എ ന്യൂ ഡ്രഗ്. അത് പുതിയ ഡ്രഗ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് വേണ്ടത്, ഈ ടോക്സിസിറ്റിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അതിൻ്റെ ഡോസേജ് പ്രസൻറ്റേഷൻ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യണം നിശ്ചയിക്കണം. അതിന് SOP ഉണ്ടാക്കണം. അപ്പോൾ ദാറ്റ്സ് എ പോസിബിൾ വേ. അപ്പോൾ ക്ലാസിക്കൽ ഫോർമുലേഷൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതൊക്കെ അറിയിക്കണം. ഇപ്പോൾ പുതുതായി വന്നിട്ടുള്ളതാണ് ഫൈറ്റോ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞിട്ട്. അതിതുപോലെ ഈ ആക്റ്റീവ് മോളിക്യൂൾ നോക്കാം. കാരണം ഇത്രയധികം മോളിക്യൂളിൽ ഏതൊന്നാണ് ഈ സൂക്കടിന് പറ്റുന്നുള്ളത്, അതിനാണ് ബയോ ആക്ടിവിറ്റി എന്ന് പറയാം. ഞങ്ങൾ CSIR പ്രോഗ്രാം അതായിരുന്നു. വി വർ ലുക്കിംഗ് അറ്റ് ദ പോസിബിൾ പ്രസൻസ് ഓഫ് ബയോ ആക്ടിവിറ്റി മോളിക്യൂൾസ്. അതന്ന് കമേഴ്ഷ്യൽ ലെവലിലെത്തിയില്ല, അക്കാഡമിക് ലെവലിലെത്തി കുറേ പേറ്റൻറ്റുകൾ ഉണ്ടാക്കി എന്നതിൽ നിന്നും ഇപ്പോൾ അതിന് എന്നിട്ട് അത് മാത്രമല്ല ആയുർവേദിക് ഫാർമക്കോപ്പിയിലും മോഡേൺ ഫാർമക്കോപ്പിയിലും ആ മോളിക്യൂൾസ് എൻട്രി ചെയ്തിട്ടുണ്ട്. ഒരു 10-50 ഓൾറെഡി വന്നിരിക്കുന്നു. അതിന് കുറേ ലീഡേഴ്സ്, മറ്റേ ഡോക്ടർ DB നാരായണ, ഡോക്ടർ കഠാരിയ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആളുകൾ ചെയ്യുന്നുണ്ട്. അതൊരു പുതിയ ബ്രാഞ്ചാണ്. അവരുടെ മോഹം എന്താ വെച്ചാൽ സിന്തറ്റിക് കെമിക്കൽ മെഡിസിന് പകരം ഇതിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ് നീഡ്സ് ടു ബി പ്രസൻറ്റഡ് ഇൻ എ മോഡേൺ മാനർ. ഈ ആയുർവേദ ശാസ്ത്രമൊന്നും പോയി പറഞ്ഞിട്ട് കാര്യമില്ല. അത് കാരണം മോഡേൺ ഡോക്ടേഴ്സിൻ്റെ ആക്സെപ്റ്റബിൾ ആവണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള എല്ലാ സ്റ്റാൻഡർഡൈസേഷനും ചെയ്തുകൊണ്ട്, പക്ഷേ ബേസ്ഡ് ഓൺ ദിസ് ആയുർവേദ നോളജ്. പണ്ട് ഗുഗു ലിപ്പിഡ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ നിത്യാനന്ദ ഒരു മരുന്ന് പറക്കലുണ്ട്. CDRI ഇതായി ഗുഗുലുവിൻ്റെ കാർഡിയാക് പ്രൊട്ടക്ഷൻ പ്രോപ്പർട്ടി എടുത്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഗുഗു ലിപ്പിഡ്. ഇത് പ്രസിദ്ധമായിട്ടുള്ള ചൈനയുടെ ആർട്ടിമൈസിൻ എന്ന് പറഞ്ഞതുണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിളാണ്. ഹെർബൽ നോളജിന് എടുത്തിട്ട് മോഡേൺ ഡ്രഗ് ആക്കുക എന്നുള്ളത്, അതാണ് ഒരു പോസിബിൾ. അപ്പോൾ ഇങ്ങനെ വിവിധ നീഡ്സിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസർച്ചാണ് പോസിബിൾ ആയിട്ടുള്ളത്. അതിന് അനുകൂലമായിട്ടുള്ളത് ഇപ്പോൾ എന്തൊക്കെയാ വെച്ചാൽ മോഡേൺ ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ. ഫോർ എക്സാമ്പിൾ ദർ ഈസ് എ മെത്തേഡ് കോൾഡ് ഇൻ സിലിക്കോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് മോളിക്യൂൾ നോക്കുക. എലിയില്ല, മനുഷ്യനും ഇല്ല, മരുന്നും ഇല്ല, ഒന്നുമില്ല. യു ലുക്ക് ഇൻ ടു ദ മോളിക്കുലർ സ്ട്രക്ചർ ഓഫ് ദ ഹെർബ്. ദർ ആർ മെത്തേഡ്സ് ഓഫ് ടാർഗറ്റ് മോളിക്യൂളായിട്ട് അതിനെ ഡോക്കിംഗ് എന്ന് പറയും, മോളിക്കുലർ ഡോക്കിംഗ്. അതുപയോഗിച്ചിട്ട് പോസിബിൾ ഡ്രഗിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന മെത്തേഡ് ഇൻ സിലിക്കോ. അതിനൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ പറഞ്ഞ അത്ര സിമ്പിളൊന്നുമല്ല. കാരണം സിംഗിൾ മോളിക്യൂളെ പറ്റും. ആയുർവേദത്തിനെ സംബന്ധിച്ചോളം മൾട്ടി മോളിക്യൂൾ അല്ലാണ്ട് ഒന്നുമില്ല.
പക്ഷെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്ന് പുതുതായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ദർ ഇസ് സംതിങ് കോൾ ടെക്നിക് കോൾ 3D ബയോ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അത് ഫാർമ സെക്ടറിൽ മാത്രമല്ല, എപ്രകാരം നാനോ പാർട്ടിക്കിൾ മറ്റ് സയൻസിലുണ്ട്, അതുപോലെ ഇത് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഈ 3D ബയോ പ്രിൻറ്റിംഗ്. ഫോർ എക്സാമ്പിൾ, അത് നടന്നില്ല, ശ്രീ ചിത്ര തിരുനാളെന്ന് എന്നെ കോൺടാക്ട് ഉണ്ടായി ഞാനുള്ള സമയത്ത്. ദേ ഹാവ് ദ കേപ്പബിലിറ്റി ഫോർ ജനറേറ്റിംഗ് എ 3D ബയോ പ്രിൻറ്റഡ് മോഡൽ ഓഫ് ലിവർ. അപ്പോൾ ലിവറാണല്ലോ ഇപ്പോൾ ആയുർവേദം കേൾക്കണ ചീത്ത മുഴുവൻ, ലിവർ ടോക്സിക് ആണെന്നുള്ളതല്ലേ. അപ്പോൾ അവർ പ്രപ്പോസ് ചെയ്തത് ശരിക്കും ഞങ്ങൾ യു ഗീവ് യുവർ സാമ്പിൾസ്, വി വിൽ ലുക്ക് ഫോർ ഇറ്റ്സ് ലിവർ ടോക്സിസിറ്റി. ഞാൻ പറഞ്ഞു ഇൻ പ്രിൻസിപ്പിൾ ഐ അഗ്രി, ബട്ട് ദെൻ വി വുഡ് ലൈക്ക് ടു സീ ലിവർ സേഫ്റ്റി ഓൾസോ. ഞങ്ങൾക്ക് അതും കൂടി താല്പര്യമുണ്ട്. ഞങ്ങൾ ലിവറിന് കൊടുക്കുന്ന മരുന്നുകളുണ്ട് ആയുർവേദത്തിന്, പിന്നെ എല്ലാ മരുന്നിനും ലിവർ ടോക്സിസിറ്റി എന്നുള്ള സ്റ്റാൻഡ് ഞങ്ങൾ സമ്മതിക്കുന്നില്ല. അത് എഗ്രീഡ്, ദാറ്റ് ഇറ്റ് എഗ്രീഡ്. അപ്പോൾ നമുക്കൊരു പൈലറ്റ് പ്രോഗ്രാം ആവാം, നല്ല യു സെലക്ട് വാട്ട് എവർ യു തിങ്ക് വി ഷുഡ് ഹാവ് ഇറ്റ്. അപ്പോൾ പക്ഷേ അത് അന്നത്തെ നിലയ്ക്ക് പിന്നെ അത് എന്തുകൊണ്ടും അത് മുമ്പാക്ക് അധികം പോയില്ല, അത് നടന്നില്ല. പക്ഷേ അത് നല്ല സ്കോപ്പുള്ളൊരു സ്റ്റഡിയാണ് ഈ 3D ബയോ പ്രിൻറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ മോഡേൺ ടൂൾസ് എന്തു വന്നാലും നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് എനിക്ക് അടിസ്ഥാനമായിട്ട് ഇതിന് തോന്നിയിട്ടുള്ളത്. എന്നാലേ ഇതിനെ നമുക്ക്, ഞാനിപ്പോൾ ഇതിനെ കാണുന്ന ഒരു ഔട്ട്സൈഡർ എന്നുള്ള നിലയ്ക്ക് മോഡേൺ ടൂൾ ഏത് വന്നാലും അത് വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല എന്നാണ് ഇത്രയും നാളത്തെ സാറിൻ്റെ റിസർച്ച് എക്സ്പീരിയൻസിൽ നിന്ന് സാറിന് ബോധ്യമായിട്ടുള്ളത്. that is not only desirable but is essential. That's what I would say. കാരണം that's a tool. See, മോഡേൺ മെഡിസിൻകാർ ഇപ്പോൾ സ്റ്റെതസ്കോപ്പ് ഡോക്ടറെ കണ്ടുപിടുത്തുന്നില്ല, ഇറ്റ്സ് എ ഫിസിക്സ് എക്യുപ്മെൻറ്റ്. ഇന്നത്തെ മൈക്രോ സർജറി നടക്കണതോ മുഴുവൻ മോഡേൺ. വൈ ഷുഡ് ബി ഷൈ അവേ ഫ്രം ദാറ്റ്? വി ഷുഡ് നോട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇറ്റ് വിൽ അൾട്ടിമേറ്റ്ലി വർക്ക്. അതിൽ ഞാൻ കുറച്ച് മുമ്പ് ഉദാഹരണം പറഞ്ഞു അറിയില്ല, ഇത് പണ്ടത്തെ ആചാര്യന്മാർക്ക് ഒരു മടി ഉണ്ടായിരുന്നില്ല. ഈ അരിഷ്ടം എന്നുള്ളൊരു മരുന്നുണ്ടല്ലോ, കാറ്റഗറി 35-40 ദിവസം എടുക്കും ഒരു ബാച്ച് ഉണ്ടായി വരാൻ. അതിന് ഉപയോഗിക്കുന്ന മെത്തഡാണ് ഫെർമെൻറ്റേഷൻ. സംധാനം എന്നാണ് ഞങ്ങൾ ആയുർവേദത്തിൽ പറയുക. ഫെർമെൻറ്റേഷൻ ടാങ്കിൽ അത് കടന്ന് ഫെർമെൻറ്റ് ചെയ്ത് ആൽക്കഹോൾ നാച്ചുറൽ ഫെർമെൻറ്റ് ചെയ്ത് ഒരു 10-11 വരെ മാക്സിമം 7-8 സാധാരണ പതിവ്. ഇത് ആയുർവേദത്തിൽ വന്നത് പാരലായിട്ട് ഫെർമെൻറ്റേഷൻ ടെക്നോളജി വന്നിട്ട് അതിൻ്റെ അഡാപ്റ്റ് ചെയ്തതാണ്. ഫെർമെൻറ്റേഷൻ ടെക്നോളജി വാസ് എ പാരലൽ സയൻസ്, അത് ആയുർവേദത്തിൻ്റെ അകത്തുള്ളതല്ല. ബട്ട് ദെൻ ആചാര്യന്മാർക്ക് ഒരു മടി ഉണ്ടായില്ല അത് ആക്സെപ്റ്റ് ചെയ്യാൻ. രണ്ടാമത്തെ ഉദാഹരണം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ വെസ്റ്റേൺ ഇന്ത്യ ആയുർവേദ ട്രഡീഷനിലൊക്കെ എക്സ്റ്റെൻസീവായിട്ട് ഉപയോഗിക്കുന്ന ഭസ്മങ്ങൾ, മെറ്റലർജി ഈസ് നോട്ട് പാർട്ട് ഓഫ് ആയുർവേദ പെർസെ. ആൽക്കമി എന്നൊക്കെ വന്നതാണ്. പക്ഷേ ആയുർവേദക്കാർക്ക് ആചാര്യന്മാർക്ക് അന്നൊരു മടി ഉണ്ടായിട്ടില്ല അത് ആക്സെപ്റ്റ് ചെയ്യാൻ. ദി മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് മെറ്റലർജി വിച്ച് വാസ് എ പാരലൽ സ്ട്രീം ഓഫ് നോളജ് വാസ് അഡാപ്റ്റഡ് വെരി എഫക്റ്റീവ്ലി. നമ്മൾ വയലിൻ ഉപയോഗിക്കാൻ തുടങ്ങിയ പോലെയാണ്. ഇറ്റാലിയൻ വയലിൻ ഉപയോഗിക്കുന്ന പോലെ അല്ല കർണാട്ടിക് മ്യൂസിക്കിൽ വയലിൻ ഉപയോഗിക്കുന്നത്. എന്നതുപോലെ നമ്മൾ നാച്ചുറലൈസ് ചെയ്തു ആയുർവേദത്തിന് വേണ്ടിയിട്ട്. അത് അന്നത്തെ ആചാര്യന്മാർക്ക് ചെയ്യാമെങ്കിൽ ഇന്നിപ്പോൾ നമ്മളെന്തിനാണ് മടിക്കണേ മോഡേൺ ടൂൾസ് ഉപയോഗിക്കാൻ എന്നാണ് എനിക്കൊരു ഇതുള്ളത്. അപ്പോൾ ഈ ഡ്രഗിൽ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതൊരു പ്രത്യേക കാരണത്തെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്രോസസ്സ് എന്നുള്ളത് ഇതുപോലെ തന്നെ നമുക്കത് മോർ എഫിഷ്യൻറ്റ് ആൻഡ് മോർ കോസ്റ്റ് എഫക്റ്റീവ്, മോർ മെറ്റീരിയൽ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ടാക്കുക. കാരണം മെറ്റീരിയൽ കൺസർവ് ചെയ്തിട്ടില്ല എങ്കിൽ ആയുർവേദ അധികകാലം നിലനിൽക്കില്ല. അതിന് വഴികൾ കണ്ടേ തീരും. എന്താണെന്നുള്ളത് വി ഷുഡ് ടോക്ക് ടു. എന്നതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസേഷൻ. ഇപ്പോൾ ഓൾറെഡി സ്റ്റാൻഡർഡൈസേഷൻ, പണ്ട് ആയുർവേദത്തിൽ സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ മോർ സബ്ജക്റ്റീവാണ്. തന്തുമത്ത് എന്ന് പറയും. ഇപ്പോൾ ലേഹം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഞാണ് പോലെ ഇങ്ങനെ വരണത്, അല്ലെങ്കിൽ വാര്യതാര്യത്വം, വെള്ളത്തിൽ ഭസ്മട്ട വെള്ളത്തിൽ പാരി നടക്കണുണ്ടോ ഇല്ലയോ നോക്കുക, രേഖാപൂരിതത്വം, നമ്മുടെ ഇങ്ങനത്തുള്ള പകുതി ഒബ്ജക്റ്റീവും ബട്ട് മോസ്റ്റ്ലി സബ്ജക്റ്റീവ് പാരാമീറ്റേഴ്സ് പണ്ടും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ മോഡേൺ ടെക്നിക്സ് ആർ അവൈലബിൾ, മോഡേൺ എക്യുപ്മെൻറ്റ്സ് ആർ അവൈലബിൾ. പക്ഷെ അതിൽ നമുക്കുള്ളൊരു സോ കോൾ വീക്ക്നെസ് ആസ് ഓഫ് നോ, ഇത് തുടങ്ങിയിട്ട് 50-60 കൊല്ലമായിട്ടുള്ളൂ. 1960, 1970s ഫാർമക്കോപ്പിയ കമ്മീഷൻ തുടങ്ങിയത്. പ്രൊഫസർ നംജോഷി എന്ന് പറഞ്ഞ ആൾ തുടങ്ങിയിട്ട് അവരാദ്യം പഠിത്തിറങ്ങിയിട്ട് കുറേശ്ശെ തുടങ്ങിയിട്ട് ഇപ്പോൾ അത് കുറേ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇപ്പോൾ ദശമൂലാരിഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുള്ളതിൽ ആദ്യം വാട്ട് ഈസ് നോൺ ആസ് ഓർഗാനോലെപ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഈ പ്രോസസ് മെത്തേഡിൽ വേണ്ട നമുക്ക് അപ്രോപ്രിയേറ്റ് ടെക്നോളജി വേണം. അവിടെ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താ കാരണം വെച്ചാൽ ഈ പ്രോസസ്സുകൾക്ക് ഇതിനു വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഫാർമ മെഷീനറി അത്ര റെഡിലി അവൈലബിൾ അല്ല. വാട്ട് വി നോർമലി ഡു ഈസ് ആക്സെപ്റ്റ് വാട്ട് എവർ ഈസ് അവൈലബിൾ ഇൻ മോഡേൺ മെഡിസിൻ, ലോക്ക്, സ്റ്റോക്ക് ആൻഡ് ബാരൽ. അപ്പോൾ അതിൻ്റെതായ പ്രോബ്ലം ഉണ്ട്. അതെന്താ കാരണം വെച്ചാൽ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ യൂസർ പോപ്പുലേഷൻ. അവർ ഈ മോഡേൺ മെഡിസിൻ്റെ യു മേ ബി അവെയർ, ഇപ്പോൾ ഇന്ത്യൻ മോഡേൺ മെഡിസിൻ്റെ സെഗ്മെൻറ്റ് ഈസ് 230,000 crore ആണ് ലാസ്റ്റ് ഇക്കണം. അതായത് 2.3 ലക്ഷം കോടി. ഔട്ട് ഓഫ് ഇറ്റ് 40% വി ആർ എക്സ്പോർട്ടിങ്. ഈ സൗത്ത് അമേരിക്കയിൽ, വെസ്റ്റേൺ യൂറോപ്പിൽ, നോർത്ത് അമേരിക്കയിൽ ഉപയോഗിക്കുന്ന ജനറിക് മെഡിക്കൽസ് മുഴുവൻ ഇന്ത്യയിൽ പോകണം, അലോങ് വിത്ത് ബ്രസീൽ ആൻഡ് ചൈന.
അതാണ് നമ്മുടെ മോഡേൺ IT കഴിഞ്ഞാൽ പിന്നത്തെ മോസ്റ്റ് ബോയൻ്റ് ആയിട്ടുള്ളൊരു സെക്ടറാണ് നമ്മുടെ ഫാർമ സെക്ടർ. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മറ്റേ പേറ്റൻറ്റ് റെഗുലേഷനൊക്കെ മാറിയ ശേഷം, അതുവരെ മിസസ് ഗാന്ധി ഉണ്ടാക്കിയ റെഗുലേഷൻ നമുക്ക് ഉണ്ടായിരുന്നത്, അത് പ്രോസസ്സ് പേറ്റൻറ്റിംഗ് എന്നുള്ളത് പ്രോഡക്റ്റ് പേറ്റൻ്റ് ആക്കി 2005 കൂടി മാറിയതിന് ശേഷം മറ്റേ വി ഹാഡ് എ ടഫ് പ്രോബ്ലം. ബട്ട് ദെൻ വി ആർ ദർ, നമ്മൾ ബിക്കം കോമ്പിറ്റൻറ്റ്. ഇപ്പോൾ US നടക്കുന്ന പേറ്റൻറ്റ് റിലേറ്റഡ് ഇഷ്യൂസിൽ മുഴുവൻ കോടതി കേസിൽ ഒന്നെങ്കിൽ വാദിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ പ്രതിപത്തി 20% ഇന്ത്യൻ കമ്പനീസാണ്. അതാണ് മോഡേൺ മെഡിസിൻ്റെ ഒരു സ്വഭാവം. കമ്പയർഡ് ടു ദാറ്റ്, ദ സോ കോൾഡ് ആയുർവേദ അല്ലെങ്കിൽ ഹെർബൽ സെക്ടർ ഈസ് ഓൺലി ലെസ് ദാൻ 10%, സം 20,000 crore ആയിട്ടേ ഉള്ളൂ. അത് തന്നെ എന്താണ്, അതിൽ എക്സ്ട്രാക്ട്സ്, ഹെർബ്സ്, എന്താണ് ഡയറ്ററി സപ്ലിമെൻറ്റ്സ്, കോസ്മെറ്റിക്സ്, ഇതൊക്കെ കൂടിയിട്ടുള്ള വല്ലാത്തൊരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ പറഞ്ഞ 20,000. അതിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആയുർവേദശാലയാവട്ടെ, മറ്റേ അത്തരത്തിലുള്ള ക്ലാസിക്കൽ, ദാറ്റ് ഈസ് ഓൺലി സം 5,000 or 6,000 crore. അത്രയും മിനിസ്ക്യൂളായിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ്. ആളുകൾ ഈ TV-യിൽ കാണുന്ന അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് ഇതെന്തോ ഒരു വലിയ ഇതാണെന്ന് വിചാരിക്കുകയാണ്. കാരണം വിച്ച് ഇസ് നോട്ട് ട്രൂ, ഇറ്റ്സ് എ വെരി സ്മോൾ സെഗ്മെൻറ്റ്. നാഷണൽ സാമ്പിൾ സർവേ ഓഫ് ഇന്ത്യ അവർ 2017 സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ആയുർവേദം അടക്കമുള്ള ആയുഷ് സെക്ടർ ഉപയോഗിക്കുന്ന ഇന്ത്യയിൽ ഇറ്റ്സ് ഓൺലി 10% വെദർ ഇറ്റ് ഈസ് അർബൻ ഓർ റൂറൽ ഏരിയ. 2011 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പബ്ലിഷ് ചെയ്തൊരു ബുക്കുണ്ട്, കേരള പഠനം എന്ന് പറഞ്ഞിട്ട്. അതിൽ പണ്ട് ഈ ആയുർവേദത്തിൻ്റെ ഈറ്റില്ല എന്നൊക്കെ നെഞ്ചത്തടിച്ച് പറഞ്ഞ കേരളത്തിൽ ഇറ്റ്സ് ഓൺലി 7% ഓഫ് പീപ്പിൾ ഹു ആർ യൂസിങ് ആയുർവേദ മെഡിസിൻ. ഇറ്റ്സ് എ സ്മോൾ സെഗ്മെൻറ്റാണ്. ഇതിന് വേണ്ടിയിട്ട് മെഷീനറി ഉണ്ടാക്കാൻ ആരും തയ്യാറല്ല. So you are dependent on modern medicine. അപ്പോൾ ഇറ്റ്സ് ഓൾവേസ് എ ക്വസ്റ്റൻ ഓഫ് അക്കോമഡേഷൻ, അഡ്ജസ്റ്റ്മെൻറ്റ്, ഫെയിലിയേഴ്സ്. ഇങ്ങനെയാണ് ഈ അൺലെസ് യു ഹാവ് ദ റൈറ്റ് കൈൻഡ് ഓഫ് അപ്രോപ്രിയേറ്റ് ടെക്നോളജി, ദ എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ കനോട്ട് ബി ഇംപ്രൂവ്. അപ്പോൾ റോ മെറ്റീരിയൽ ത്രെട്ട് ഉണ്ട്, അത് നമുക്ക് വേണ്ട പോലെ ദർ ഷുഡ് ബി എ മെക്കാനിസം ബൈ വിച്ച് ദി അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് of the right quality in the right quantity. Unless that is ensured, this will not sustain. അതിനാരാ ചെയ്യേണ്ടത്? ബിക്കോസ് ഈ അൺലൈക്ക് ഇപ്പോൾ ഒരു കാർ ഉണ്ടാക്കുന്ന കമ്പനിക്കാണൊക്കെ അതിനെ സപ്ലൈ ചെയ്യുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നത് സേലം സ്റ്റീലാണ്. സ്റ്റീൽ സപ്ലൈ ചെയ്യുന്ന ആളുകൾ. ആയുർവേദത്തിൻ്റെ കാര്യത്തിൽ റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കേണ്ടത് യൂസറാണ്. ബിക്കോസ് ദ ഹോൾ തിങ് ഈസ് ആൻ അൺഓർഗനൈസ്ഡ് സെക്ടർ വേർ എവർ ഇറ്റ് കംസ്. ഇങ്ങനെ പല നിലയ്ക്ക് ഒരു അണ്ടർ സ്ട്രെസ് ഉള്ളൊരു സെക്ഷനാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കാണുവെച്ചാൽ ഈ ഡ്രഗ് സെക്ടറിൽ അത് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ ചെയ്യാവുന്ന, ഞങ്ങളതിനെ ചെയ്തിട്ടുള്ള ഈ യൂസർ ഫ്രണ്ട്ലി ഒറ്റ സെൻറ്റൻസും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നമ്മുടെ കഷായങ്ങൾ അതികയപ്പാണ്. യങ്സ്റ്റേഴ്സ് വോണ്ട് ടച്ച് ഇറ്റ് വിത്ത് എ ലോങ് ടോം. അത് കഴിഞ്ഞ് അപ്പോൾ ഡോക്ടർ PK വാര്യർ അത് കണ്ടറിഞ്ഞിട്ടാണ് ചെയ്തത്, നമുക്കൊന്ന് രൂപം മാറ്റണം. അപ്പോൾ അതെങ്ങനെയാണ് 15 ml എടുക്കണം, 3 ഇരട്ടി വെള്ളം ചേർക്കണം, ഇത് കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ട്, പാലറ്റബിലിറ്റി, കൺവീനിയൻസ് ഓഫ് യൂസിങ്, ഇതൊക്കെ പ്രധാനമാണോ? ഇന്ന് പ്രധാനമാണ്, മുമ്പ് അതൊന്നല്ലായിരിക്കാം. അങ്ങനെയാണ് ലിക്വിഡ് കഷായത്തിൻ്റെ സോളിഡ് ടാബ്ലറ്റ് ആയിട്ട് ഞങ്ങൾ കൺവേർട്ട് ചെയ്തത്. അപ്പം എന്താ ഞങ്ങളുടെ ഇഷ്യൂ? ദർ ഷുഡ് ബി ഡോസ് ഇക്വിവാലൻസ്. അതിൻ്റെ എഫിക്കസി. അപ്പോൾ അതിന് വി ഹാഡ് ടു ടേക്ക് എ HPLC പ്രൊഫൈൽ, കമ്പയർ ദാറ്റ്, എന്താണ് പ്രിസർവേറ്റീവ് വേണോ, പ്രിസർവേറ്റീവ് വേണ്ട, ഇങ്ങനെ പല കാര്യങ്ങൾ. അതുപോലെ എൻകാപ്സുലേഷൻ ഇസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ. ഈ യൂസർ കംപ്ലയിൻസ് പോലെ തന്നെയാണ് ഡോസ് ഡെലിവറിയുടെ ആക്യുറസി. ഈ ഭസ്മം ഇസ് എ ഫൈൻ ഡസ്റ്റ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഇതാണ്. അത് കാറ്റത്ത് പറന്ന് പോവും. 50 milligram കഴിക്കാൻ പറഞ്ഞാൽ കിട്ടുന്നുണ്ടോ എന്ന് ആർക്കും അറിയില്ല. ഇത് പൊതിഞ്ഞു കൊടുക്കുന്നല്ല അതേ കണ്ടതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ വി ഡിസൈഡ് പുട്ട് ഇറ്റ് ഇൻ ദ ക്യാപ്സ്യൂൾ. അതിനും ഭയങ്കര പ്രശ്നമാണ്. ക്യാപ്സ്യൂൾ 5 സൈസ് ഉണ്ട്, 00 മുതൽ 5 വരെ ഡിഫറെൻറ്റ് സൈസസ് ഉണ്ട്. അപ്പോൾ അതിൽ മുഴുവൻ ഫുള്ളാവില്ല. യു ക്യാൻ ലീവ് എൻ എംപ്റ്റി സ്പേസ്. യു ഹാവ് ടു ഹാവ് എ ഫില്ലർ. വാട്ട് കൈൻഡ് ഓഫ് എ ഫില്ലർ? യു ക്യാൻ യൂസ് എൻ ആയുർവേദിക് മെറ്റീരിയൽ. പാൽമകുത്ത് ഉപയോഗിക്കാമെന്നൊക്കെ പറയും. പക്ഷേ ഇതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം, ആയുർവേദ ശാസ്ത്രപ്രകാരം അനൗഷധി, എന്തുപയോഗിച്ചാലും ഔഷധം. അത് അങ്ങനെ ഔഷധമാണെന്ന് പറഞ്ഞ സാധനത്തിൽ ചേർക്കാൻ പാടില്ല. ബിക്കോസ് എ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് എക്സിപ്പിയൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സംതിങ് വിച്ച് ഡസ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് ദ ഡ്രഗ്. അപ്പോൾ ഞങ്ങൾ അലോപ്പതിയിൽ അപ്രൂവ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് വെക്കണം. അതോടെ കഴിഞ്ഞില്ല. ഓരോന്നിനും ഓരോ ബൾക്ക് ഡെൻസിറ്റിയാണ്, ഓരോന്നിനും ഓരോ മുക്കോണയാണ്. അപ്പോൾ ഈ ഡ്രഗും എക്സിപ്പിയൻറ്റും കൂടിയിട്ടുള്ള റേഷ്യോ, അവർ റെസ്പെക്റ്റീവ് ബൾക്ക് ഡെൻസിറ്റി, ഇതും തമ്മിൽ മാച്ച് ചെയ്തിട്ട് യൂണിഫോം മിക്സിംഗ് ഉണ്ടെന്ന് ആക്കാനുള്ള ടെക്നോളജി വേണം. ഫൈനലി നോട്ടാന്നൊക്കെ പറഞ്ഞാൽ പല നോക്കി അവസാനം ഡബിൾ കോൺ ബ്ലെൻഡർ. അത് തന്നെ ഓരോ മരുന്നിനും ഓരോ ടൈമിങ്ങാണ്. ചിലത് 15 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂണിഫോം മിക്സിംഗ് ആവും. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഓരോ 3 മാട്രിക്സിൽ സാമ്പിൾ എടുത്തിട്ട്.
അത് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ മിസ്റ്റേക്ക് സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. അത്ര ക്രിട്ടിക്കൽ അത്. അപ്പോൾ ഓരോ ഭസ്മത്തിനും ഓരോന്നാണ്. ബട്ട് ദെൻ വി ടുക്ക് ദ ട്രബിൾ ഓഫ് പുട്ടിങ് ഇറ്റ് ഇൻ ടു ദ ക്യാപ്സ്യൂൾ. ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല. ദർ വാസ് എ ലോട്ട് ഓഫ് റെസിസ്റ്റൻസ്. അനുപാനം വേണമെന്നൊക്കെ. അപ്പോൾ ഞാൻ പ്രസംഗിച്ച് നടന്നത് അനുപാനം പറഞ്ഞാൽ അനുപാനാണ്, അതിൻ്റെ പിന്നാലെ പോയാൽ മതി, എന്നാലും ഡോസ് ഡെലിവറി കറക്റ്റ് ആവുമല്ലോ എന്നൊക്കെയാണ് ആർഗ്യൂ ചെയ്തത്. കാരണം അതില്ലാണ്ട് അത് നടക്കണില്ല തോന്നി. കാരണം എന്താണ്, അത് എണ്ണകൾ ഉപയോഗിക്കാനുള്ള ഗ്രീസിയം മെറ്റീരിയൽ ഇങ്ങനെ. അപ്പോൾ യൂസർ കംപ്ലയൻസ്, എഫിഷ്യൻസി ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, പിന്നെ റോ മെറ്റീരിയൽ കൺസർവേഷൻ, ഇതൊക്കെ റിസർച്ചിന് ആവശ്യമാണ്. ഇതെല്ലാം പറയുമ്പോൾ സാർ ഒരു കാര്യമുണ്ട്, 10% എന്ന് പറഞ്ഞാലും ഇന്ത്യയുടെ 10% എന്ന് പറഞ്ഞാൽ 14 ഹ്യൂജ് പോപ്പുലേഷൻ. അമേരിക്കയുടെ പോപ്പുലേഷൻ്റെ യു ആർ റൈറ്റ്. അങ്ങനെയുണ്ട്. നമുക്ക് ചെറിയൊരു ഇതായിട്ട് quite true, I do agree. ശരി ശരി സാർ.